പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കേട്ടോ. അത് എയർപോർട്ടിൻ്റെ പുതിയ പേര് കേംപഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. അപ്പോൾ അതിലങ്ങനെ പോയപ്പോൾ എയർപോർട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ റോഡിൻ്റെ കൗതുകം, റോഡിൻ്റെ അടിപൊളി റോഡ് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാതെ ചെയ്ത വീഡിയോ ആണ്. കിലോമീറ്ററോളം നമുക്ക് ഈ റോഡിലൂടെ പോകണം. ഇത് ലൈറ്റൊക്കെ രാത്രി കത്തി ഭയങ്കര രസമാണ് കാണാൻ. രാത്രി ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. ഇത് ഉച്ചക്കാണ് ഇപ്പോൾ യാത്ര. ഇത് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് പോകുന്ന റൂട്ട് കേട്ടോ. അത് ദേവനഹള്ളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ എയർപോർട്ടുള്ളത്, പുതിയ എയർപോർട്ട്. ഏകദേശം 2008 ആയിട്ടാണ് ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. സൈഡിലൊക്കെ മരങ്ങൾ വെച്ചിടിപ്പിച്ച് ലൈറ്റും കാലും തൂണൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ 5 മിനിറ്റിനാണ് വിമാനം ഇവിടുന്ന് പോകുന്നത്. നാനാഭാഗത്തേക്കുള്ള ഭയങ്കര വലിപ്പമുള്ള എയർപോർട്ട്. അതായത് ഞാൻ ഇങ്ങനത്തെ ഒരു എയർപോർട്ട് കണ്ടിട്ടില്ല. ആകെ കോഴിക്കോടും തിരുവനന്തപുരം കൊച്ചി കണ്ടിട്ടുള്ളൂ. അപ്പുറം ഇതിൽ വലുതുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞാൻ കണ്ടില്ല വെച്ചാൽ ഏറ്റവും വലിയൊരു എയർപോർട്ടാണത്. അപ്പോൾ ഞാൻ ഏതോ ഒരു ഹിന്ദിക്കാരൻ ആസാമി വരെ എന്താവും ഒരാളെ കൊണ്ടാക്കാൻ പോവാണ്. ആൾ നാട്ടിൽ പോവാണ്, വണ്ടിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇതിലെങ്ങനെ പോയിട്ട് കണ്ണെത്താ ദൂരത്തറ്റം ഇതേ സ്ട്രെയിറ്റ് റോഡാണ്. റോഡ് കഴിഞ്ഞോട് കൂടി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കട്ടെ. കാരണം അവിടെ എത്തുമ്പോൾ പിന്നെ അത് കട്ടാക്കും. കാരണം ഇത് എടുക്കാൻ കയറേണ്ടതെന്ന് നമുക്കറിയില്ല. ഫസ്റ്റായിട്ടാണ് ഈ എയർപോർട്ടിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്ത് തന്നാൽ പോരല്ലേ, യാത്രക്കാർ വണ്ടി ഉണ്ടാകുമ്പോൾ. റോഡുണ്ട് ഞങ്ങൾ എന്താ റോഡും ലൈറ്റും സെറ്റപ്പും നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ഉണ്ടാക്കിയ എയർപോർട്ട്, എല്ലാ സൗകര്യമുള്ള. ഇവിടുത്തെ പഴയ എയർപോർട്ട് വേറുണ്ട് കേട്ടോ. ഇത് പുതിയ എയർപോർട്ടാണ്. 2008 കാണാൻ കഴിഞ്ഞത് ഈ എയർപോർട്ട്. ഇത് പല ജനപങ്കാളിത്തത്തോടും കൂടി ഉണ്ടാക്കിയാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയതെന്ന് തോന്നുന്നുണ്ട്. കൂടുതലും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ എയർപോർട്ട് കാണില്ല. എയർപോർട്ടിൽ എത്തോളം നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ കാണാം കേട്ടോ.